നെയ്യാറ്റിൻകരയിലെ NDA സ്ഥാനാർത്ഥി ചെങ്കൽ എസ് രാജശേഖരൻ നായരുടെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ നിന്ന് MS വീണ ഒപ്പം ചേരും. വീണ, വലിയൊരു ആവേശ കടലിരമ്പം നെയ്യാറ്റിൻകരയുടെ വീഥികളിൽ ഉണ്ടാകും എന്നുറപ്പാണ്. എന്താണ് വിവരം? നെയ്യാറ്റിൻകരയുടെ വീഥികളിൽ വലിയൊരു ആവേശത്തിനാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. BJP സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ വിശ്വാസി സമൂഹത്തിന് വേണ്ടി എപ്പോഴും പ്രതികരിക്കുന്ന, എപ്പോഴും സംസാരിക്കുന്ന ചെങ്കൽ എസ് രാജശേഖരൻ നായരാണ് BJPയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥി. ആ ഒരു സ്ഥാനാർത്ഥിത്വം അറിഞ്ഞതിനാൽ തന്നെ, അറിഞ്ഞത് മുതൽ തന്നെ നെയ്യാറ്റിൻകര നിവാസികൾ വലിയ ആവേശത്തിലാണ്, വലിയ ആത്മവിശ്വാസത്തിലാണ്. വികസിത കേരളം എന്ന നരേന്ദ്രമോദിയുടെ ആശയം അത് നെയ്യാറ്റിൻകരയിലും നടപ്പാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. ജനൻ TV മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ഇത് ജനൻ TVയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ്. നെയ്യാറ്റിൻകര ജനത, അദ്ദേഹം ഇപ്പോൾ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. നെയ്യാറ്റിൻകരയിലെ ജനത വലിയ തരത്തിൽ സ്വീകരണം തരുന്നു. നെയ്യാറ്റിൻകര ജനതയ്ക്ക് മാറ്റത്തിൻ്റെ ഇനി നാളുകളായിരിക്കുമല്ലോ. തീർച്ചയായും നമ്മൾ ഈ നെയ്യാറ്റിൻകര കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായും നെയ്യാറ്റിൻകര എവിടെ പോയി. ഞാൻ 50 വർഷം മുമ്പേ ഈ നാട് വിട്ട് പോയിട്ട് തിരിച്ചു വന്ന ഈ 50 വർഷം കൊണ്ട് എങ്ങനെ ആയിരുന്നു മുന്നിൽ, അതിൽ നിന്നും ബാക്കിലോട്ട് പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ജനങ്ങൾ ഇവിടെ അനുഭവിക്കുകയാണ്. ഇവിടെ ജാതിയും മതവും പറഞ്ഞ് രാഷ്ട്രീയം ജയിച്ചു കൊണ്ട് വന്നിട്ട് ഈ നാട്ടിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ മാതൃകയാണ് ഈ നെയ്യാറ്റിൻകര. അത് ഒരു മോചനം വരണമെങ്കിൽ അത് മാറണം, പാർട്ടി മാറണം. അതിൻ്റെ ഒരു യാത്രയാണ്. അത് ഈ ഒറ്റയാത്രയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഒരു കൂട്ടം മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ വോട്ട് തേടി ഓരോരോ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ 5 വർഷം കൊടുത്തതിന് ശേഷമെങ്കിലും അവരാലോചിക്കുന്ന 5 വർഷം ഒന്നും ചെയ്തില്ലല്ലോ, വീണ്ടും 5 വർഷത്തേക്കും കൊടുത്തു. ഇപ്പം വീണ്ടും 5 വർഷത്തേക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ലോകത്ത് ഒരിടത്തും കാണില്ല. അതാണ് ഈ നെയ്യാറ്റിൻകര നടക്കുന്നത്. അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്, തുടക്കമാണ്. നെയ്യാറ്റിൻകര വിജയത്തിനപ്പുറം വേറെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ യുവജനങ്ങൾ, തൊഴിലില്ലാതെ ഒരുപാട് യുവജനങ്ങൾ ഇതിലേക്ക് മാറ്റാനും തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അത് നല്ലത് സക്സസ് ആകുമെന്നാണ് വലിയ പ്രതീക്ഷ. ഇടതുപക്ഷ സർക്കാരൊക്കെ പറയുന്നത് വിദേശ രാജ്യങ്ങൾ പോലും തോറ്റുപോകുന്ന തരത്തിൽ കേരള ജനതയുടെ ജീവിത സാഹചര്യം മാറിയെന്ന്. പക്ഷെ വാസ്തവമാണല്ലോ. അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ തന്നതായിട്ടുള്ള ഗവൺമെന്റ് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നിട്ട് പോലും ആ പൈസകളെല്ലാം എടുത്ത് കള്ളം പറയുന്ന കുറേ ന്യൂസ് പേപ്പറിനും പബ്ലിസിറ്റിക്കും കൊടുത്ത് ജനങ്ങളെ പറ്റിക്കാമെന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ജനതയൊക്കെ മാറും. കാരണം ഇപ്പം എല്ലാവരുടെയും മൊബൈലും എല്ലാവരുടെയും വാട്സാപ്പും എല്ലാവർക്കും ഈ മെസ്സേജുകൾ എത്തുന്നതുകൊണ്ട് ഈ കള്ളത്തനം വിജയിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെയും ഈ ലോകം ഒരിടത്തും ഇല്ലാത്ത കള്ളത്തനങ്ങൾ ഇവിടെ പ്രചരിച്ചുകൊണ്ടാണ് ഇവിടെ ഇലക്ഷൻ നേരിടുന്നതൊക്കെ യാഥാർത്ഥ്യം. ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു. ആ ഒരു തിരിച്ചറിവിന്റെ ഫലമാണ് നമ്മൾ തദ്ദേശ വിജയത്തിൽ കണ്ട വിജയങ്ങൾ. തിരുവനന്തപുരം നഗരസഭയിലടക്കം BJP അധികാരത്തിലേറിയ ചരിത്ര നിമിഷങ്ങൾ. അപ്പോൾ അത് നമ്മുടെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കേരളത്തിലുടനീളം പ്രതിഫലിക്കുമെന്ന് ഉറപ്പായിരിക്കുന്ന സാഹചര്യമുണ്ടല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചതിന് ശേഷം ഇവിടുത്തെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ഉറക്കം പോയിരിക്കുകയാണ്. അവരൊരിക്കലും വിചാരിച്ചില്ല ഈ കോർപ്പറേഷൻ മാറും, ഭരണം മാറും. എല്ലാം ഇവരെ കളിയാക്കിക്കൊണ്ടിരുന്നതിന് ഇപ്പം സീരിയസ് ആയിട്ട് അതിൽ കണ്ടിട്ട് ഉറക്കം പോയിട്ടാണ് ഇപ്പം അടുത്ത ഈ അസംബ്ലി ഇലക്ഷനും ഫേസ് ചെയ്യുന്നത്. അതിൻ്റെ തോൽവിയൂടെ കിട്ടുമ്പോൾ ഇതെല്ലാം പൂട്ടിക്കെട്ടും. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കമ്മ്യൂണിസം ഇവിടെ നിന്ന് നേരെ അറബിക്കടലിലാണ്, ഇതോടെ തീരുന്നതാണ്. കോൺഗ്രസ് ആൾറെഡി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നടക്കാൻ പോകുന്നതൊക്കെ. ഞങ്ങൾ സാർത്ഥനായ സാരഥിയാണ് ഇപ്പം നമ്മളെ സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർജി. അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരെ എല്ലാം വിട്ടിട്ട് ഇവിടെ 24 മണിക്കൂറും ഇവിടെ വന്നിട്ട് എല്ലാം ഫേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് മാറ്റിയേ പറ്റുള്ളൂ എന്നുള്ള ഒറ്റ കാരണമാണ്. നമ്മളിന്ന് മാറ്റത്തിൻ്റെ വഴികളാണ്. ആ ദിവസങ്ങളിലേക്കുള്ള യാത്രയിൽ സക്സസ് ആവുമെന്നാണ് 100% പ്രതീക്ഷ. അങ്ങനെ സംബന്ധിച്ചിടത്തോളം നെയ്യാറ്റിൻകരയുടെ പൾസ് അറിയുന്ന, സ്പന്ദനം അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ചെങ്കൽ രാജശേഖരൻ നായർ. ഇവിടുത്തെ നാട്ടുകാരനാണ്, ഇവിടെ അറിയാം എന്താണ് വേണ്ടത്, ഇവിടുത്തെ ജനതയ്ക്ക് എന്താണ് വേണ്ടതെന്ന്. അവർ ഇതിന് മുന്നോടിയായി തന്നെ പല വിഷയങ്ങൾ പറയുന്നുണ്ടല്ലോ, ആവശ്യങ്ങളടക്കം പരിഗണിക്കപ്പെടാതെ പോകുന്നു. എൻ്റെ ജനിച്ച മണ്ണാണ്, ഞാൻ ജനിച്ച് കളിച്ച വളർന്ന മണ്ണാണ്. ഈ നാട്ടിനെ സംരക്ഷിക്കേണ്ട എൻ്റെ കടമയാണ്. ഞാൻ ആൾറെഡി വേറൊരു മണ്ഡലത്തിലേക്ക് വേണ്ടി ഞാൻ പാർട്ടിയോട് അപേക്ഷിക്കുകയൊക്കെ ചെയ്തതാണ്, പ്രതീക്ഷിച്ചതാണ് തിരുവനന്തപുരം സെൻട്രലൊക്കെ.
പക്ഷേ സർവേ എടുത്തപ്പോൾ നെയ്യാറ്റിൻകരയിൽ എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഞാനിവിടെ വരണം പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് എനിക്ക് രണ്ടാമത് ഇവിടെ വരും. അതിൽ റിസൾട്ട് ഉണ്ടാക്കാമെന്ന് എല്ലാവരും ഒന്നിച്ച് ഒറ്റ ശബ്ദത്തോട് ഏറ്റിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ വിജയം വരിയത് യാഥാർത്ഥ്യമാണ്. വഴി ഉടനീളമൊക്കെ ആൾക്കാർ കാത്തു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അവർ കൈവീശി കാണിക്കുന്നുണ്ട്, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നുണ്ട്, ആശംസകൾ അർപ്പിക്കുന്ന കാഴ്ചയാണ്. മാറ്റം നെയ്യാറ്റിൻകരയിലെ ജനതയ്ക്ക് ആവശ്യമുണ്ടെന്ന് അവരുടെ ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നു. ജനങ്ങളുടെ ഫേസ് കണ്ടാൽ, അവരുടെ ചിരി കണ്ടാൽ മനസ്സിലാവും. ഞാൻ ജനങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു പ്രപ്പോസൽ കൊടുക്കും, നമുക്ക് എന്ത് മാറ്റം ചെയ്യുവാൻ സാധിക്കും. ഞാൻ ജാതിയുടെ മതത്തിൻ്റെ പേരിലല്ല ഇവിടെ വോട്ട് ചെയ്യുന്നത്, വികസനത്തിൻ്റെ പേരിലാണ്. നമ്മളുടെ ലോകത്തിനേക്കാളും കൂടുതൽ വേഗതയിൽ ഭാരതം മുന്നേറുമ്പോൾ ഈ ഏറ്റവും പുറയിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ കേരളം അത് മുന്നോട്ട് വരണമെന്നുള്ള നമ്മളുടെ എല്ലാവരും കർത്തവ്യമാണ്. ഈ ജനിച്ച നാട്ടിൽ നമ്മൾ ആ കർത്തവ്യം നിറവേറ്റേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ ലാസ്റ്റ് 25 വർഷമായിട്ട് ബോംബെയിൽ നിന്ന് വന്നിട്ട് ഞാൻ എൻ്റെ ഈ നാട്ടിന് വേണ്ടി ഒരുപാട് സേവാ പ്രവർത്തനങ്ങളും തൊഴിലവസരങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടുകയൊക്കെ ചെയ്യുകയാണ്. പിന്നീട് രാഷ്ട്രീയത്തിലും കൂടെ വേണമെന്നുള്ള ഒരു ലൈസൻസാണ്. ആ ലൈസൻസ് ഉണ്ടെങ്കിലേ നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഇലക്ഷൻ ഫേസ് ചെയ്യുന്നത്. അത് ജയിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കും ഒരു MLAക്ക് 3 വർഷം കൊണ്ട്, ഈ ഒരു 25 വർഷം കൊണ്ട് ചെയ്യാത്തതെല്ലാം നമുക്ക് ഇവിടെ ചെയ്ത് കാണിച്ചു കൊടുക്കും. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. നിയമസഭയിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നടപ്പാക്കേണ്ടത്. പക്ഷേ അവര് രാഷ്ട്രീയ അവർക്കൊന്നും അറിയില്ല എന്തൊക്കെയാണ്. ഈ കാൻഡിഡേറ്റ് ഈ കേരളം വിട്ട് ഒരിടത്തും പോയിട്ടില്ല. ഇവർക്ക് ഈ കേരളത്തിൽ ഇരുന്ന് സാമ്പാറും ചോറും കഴിക്കുന്നതിനപ്പുറം വേറൊരു ഭക്ഷണ രീതി പോലും അറിയില്ല. ലോകത്തിന്റെ പ്രവൃത്തികളൊന്നും ഇവർക്ക് അറിയില്ല. ഇവര് കാൻഡിഡേറ്റിനെ ഇവിടെ വലിയ രീതിയിൽ കാണിക്കുന്നു, വലിയ മഹാൻ വ്യക്തിയാണെന്ന് പറഞ്ഞ് അത് ബസ്സിൽ പോകുന്നു, MLA വീട്ടിൽ പോകുന്നു, കല്യാണ വീട്ടിൽ പോകുന്നു, അതൊക്കെ ഓടിയെത്തുന്നു. അതാണ് ജനകീയം. പക്ഷെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒന്നും ചെയ്യുന്നില്ല. അത് അറിയില്ല, സത്യത്തിൽ അറിയില്ല. ഞാനിതെല്ലാം ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറ്റില്ല എന്നുള്ള ഒരു കാര്യങ്ങളല്ല, എല്ലാം ഫേസ് ചെയ്ത് ഇമ്പോസിബിൾ എന്നൊരു വേർഡില്ല, എവരിത്തിങ് ഈസ് പോസിബിൾ. അത് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിൽ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരം ആദ്യം കേട്ടതൊക്കെ. തിരുവനന്തപുരത്തിന് വേണ്ടി ഞാൻ എല്ലാ പാർക്കുകളും പിന്നെ ക്ഷേത്രങ്ങളും ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമ്മളൊക്കെ സ്വന്തം പൈസ കൊണ്ടൊക്കെ ഞാൻ ചെലവാക്കി. ഇലക്ഷന് നിൽക്കാനൊന്നുമല്ല, പക്ഷെ ഇനിയും കുറച്ചൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം കേട്ടു. പക്ഷെ എന്നെ വീണ്ടും നെയ്യാറ്റിൻകരയ്ക്ക് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടത്. അതനുസരിച്ചാണ് ഞാൻ എനിക്ക് വരുന്നു. മാറ്റം എന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നെയ്യാറ്റിൻകരയെ പ്രവർത്തിക്കുവാൻ തയ്യാറായത്. ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഈ നെയ്യാറ്റിൻകര നല്ല ദിവസങ്ങളായിരിക്കും. ഇത് സത്യമാണ്. ഒപ്പം തന്നെ എല്ലാ മേഖലയിലും ആരോഗ്യ, അതുപോലെ തന്നെ ഗതാഗത, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ മാറ്റം കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്ന ഉറപ്പ് തന്നെയാണ് പറയുന്നത്. നെയ്യാറ്റിൻകരയ്ക്ക് വികസനത്തിന്റെ ആവശ്യം നമുക്ക് എപ്പോഴും അറിയാം. നമ്മൾ തിരുവനന്തപുരം നഗരത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ നഗരം പുറമോടികളിൽ മാത്രം കാണുന്ന വികസനങ്ങൾ ഉള്ളിലേക്ക് എത്താത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോഴും വർഷങ്ങളായി വെളിച്ചവും വെള്ളത്തിൻ്റെയും ഒക്കെ സൗകര്യങ്ങളില്ലാതെ, അതിൻ്റെ ലഭ്യത കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അടിസ്ഥാന വികസനങ്ങൾ പോലും എത്താത്ത ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ വികസനം നടപ്പാക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന ഭാരതത്തിലുടനീളം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസിതം, ആ വികസനം വികസിത കേരളം എന്ന ആശയത്തിലൂടെ നടപ്പാക്കുവാനാണ് ഭാരതീയ ജനതാ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. ആ ലക്ഷ്യം തന്നെയാണ് നെയ്യാറ്റിൻകരയിലും അതുണ്ടാകുവാനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെങ്കൽ രാജശേഖരന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുവാനും ഉദ്ദേശിക്കുന്നത്. വഴിയിലുടനീളം ഇപ്പോൾ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരവീഥികളിലൊക്കെ അമ്മമാർ, അതുപോലെ തന്നെ വയസ്സായ അച്ഛന്മാർ, അതുപോലെ തന്നെ സഹോദരിമാർ, അതുപോലെ തന്നെ കുട്ടികൾ, ചെറുപ്പക്കാർ, അങ്ങനെ നിരവധി പേർ കാത്തു നിൽക്കുന്ന ആ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അവർ വലിയ ആവേശത്തോടു കൂടി, വലിയ ആത്മവിശ്വാസത്തോടു കൂടി സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, വീണ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. നെയ്യാറ്റിൻകരയുടെ മുക്കും മൂലയും അറിയുന്നൊരു നേതാവ്, അവിടെ എന്തൊക്കെ വികസനമാണ് വേണ്ടത് എന്ന് തിരിച്ചറിയുന്നയാൾ, നമ്മുടെ നഗരവീഥികളിൽ പലയിടത്തും അല്ലാതെ തന്നെ വികസനം എത്തിക്കാൻ ശ്രമിച്ചയാൾ, അതിന് രാഷ്ട്രീയത്തിൻ്റെ ചുവയുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ജനപ്രതിനിധി അല്ലാതിരുന്നിട്ട് പോലും തിരുവനന്തപുരം നഗരത്തിൽ, തിരുവനന്തപുരത്തിൻ്റെ ഗ്രാമങ്ങളിൽ ഒക്കെയും വികസനം എത്തിക്കാൻ ശ്രമിച്ച ഒരാൾ കൂടിയാണ് നമ്മുടെ അഭിമാനമായ MD
ചെങ്കൽ എസ് രാജശേഖരൻ നായർ. ആ നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് വിവാദങ്ങളല്ല വികസനമാണ് എൻ്റെ മുദ്രാവാക്യം എന്നല്ലേ? കളഞ്ഞ ഒരു മനുഷ്യസ്നേഹി, ഒപ്പം തന്നെ ആ ഒരു മനുഷ്യസ്നേഹി അത് തന്നാൽ കഴിയുന്ന സഹായങ്ങൾ, അത് വിശ്വാസ സമൂഹത്തിനായാലും സാധാരണപ്പെട്ടാലും കഷ്ടപ്പെടുന്ന മനുഷ്യർക്കായാലും അവരുടെ സഹായങ്ങൾ, അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് ഒരു കൈത്താങ്ങുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ പ്രവർത്തികളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടിയാണ്. അതൊരു ജനപ്രതിനിധിയാകുമ്പോൾ, അത് നിയമസഭയിലേക്ക് എത്തുമ്പോൾ അതിന്റെ തുടർ പ്രവർത്തനം ഈ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുക, ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും തന്നാൽ കഴിയുന്ന അധികാരത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട്, അധികാരത്തിന്റെ ആ പദവി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതത്തിന് ഉന്നമനം ഉണ്ടാക്കുക, വരും തലമുറയ്ക്ക് ഗുണപ്രദമാകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലും തുടർന്നുള്ള ഭാവിയിലുമൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായ ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇത് തീർച്ചയായും ഒരു ഹൃദയസ്പർശിയായ അല്ലെങ്കിൽ സത്യസന്ധനായ ഒരു മനുഷ്യസ്നേഹിയുടെ വാക്കുകൾ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇടതു വലതു മുന്നണികൾ പലതവണ മാറി മാറി ഭരിക്കുന്നുണ്ട്. പക്ഷേ ചില പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നു. ആ വാഗ്ദാനങ്ങൾ ഇലക്ഷൻ സമയത്ത് മറക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് നാടൊട്ടാകെ ഓടി നടന്ന് ഉദ്ഘാടന മാമാങ്കം നടത്തിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ചെങ്കൽ എസ് രാജശേഖരനെ സംബന്ധിച്ചിടത്തോളം ഇത് രക്തത്തിൽ അലിഞ്ഞ ഒരു കാര്യമാണ്. അതായത് മനുഷ്യരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, നാടിന്റെ വികസനത്തിനും നാടിന്റെ ഉന്നമനത്തിനും ഒപ്പം തന്നെ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാകേണ്ട വികസനത്തിനും അവരുടെ മാറ്റത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനുമൊക്കെയുള്ള പ്രാധാന്യങ്ങൾ ചെയ്യുക. അത് തന്നാൽ കഴിയുന്നത് അത് ജനങ്ങളിലേക്ക് തൻ്റെ പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യമുണ്ട്. പല പ്രവൃത്തികളുടെ പല ആപത്ത് ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ സഹായങ്ങൾ അവരെ തേടി എത്തിയിട്ടുണ്ട്. അത് ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് ജനങ്ങൾക്ക് ബോധ്യമാകും. അത് അവർ വോട്ടായി തന്നെ അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തെ നിയമസഭയിലേക്ക് എത്തും. ഇന്ന് കാണുന്ന നെയ്യാറ്റിൻകരയുടെ ചായയ്ക്ക് മാറ്റമുണ്ടാക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കറിയാം, ഈ റോഡ് ആരംഭിച്ചിട്ട് നിമിഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. നിരവധി പേർ ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ നിരവധി പേർ വാഹനങ്ങളിലൊപ്പം വരുന്നുണ്ട്. പ്രവർത്തകരല്ലാത്തവരുണ്ട്, പ്രവർത്തകരായിട്ടുള്ളവരുണ്ട്, ഒപ്പം തന്നെ വഴിയിടങ്ങളിലൊക്കെ കാത്തു നിൽക്കുന്നവരുണ്ട്. അവർ ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടായത് മുതൽ തന്നെ അദ്ദേഹത്തിന്റെ വരവിനായി അദ്ദേഹത്തെ നേരിട്ട് കാണുവാനും ഒക്കെ കാത്തു നിൽക്കുന്നവരുണ്ട്. അദ്ദേഹം എപ്പോഴും ജനങ്ങളുമായി ഇടപെടുന്നതാണ്, അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതാണ്. നെയ്യാറ്റിൻകര അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം എന്താണെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തി എന്താണെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അത് ഒന്നുകൂടി അദ്ദേഹം ഇരട്ടിക്കുന്ന തരത്തിൽ അദ്ദേഹം വീണ്ടും ജനങ്ങളുമായിട്ട് കൂടുതൽ സമയം അതിനായി മാറ്റിവെച്ച് ഇടപെടൽ നടത്തുകയാണ്. ഈ റോഡ് ഷോയിലൂടെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവിടെയൊക്കെ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കാൻ അക്ഷമരായി കാത്തു നിൽക്കുന്ന ജനങ്ങളെയൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിലും കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഈ സ്ഥാനാർത്ഥി, അതായത് ചെങ്കൽ എസ് രാജശേഖരൻ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അവിടെ നെയ്യാറ്റിൻകരയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന, ശബ്ദമുയർത്തുന്ന ഒരു MLA തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കൃഷ്ണരാജ്. ശരി വീണ, അദ്ദേഹത്തിനൊപ്പം റോഡ് ഷോയിൽ തുടരൂ. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ധാരണയുള്ളൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സാധാരണക്കാരൻ, ആ സാധാരണക്കാരൻ തൻ്റെ കഠിന പ്രയത്നം കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാക്കിയ വിജയം, അത് തന്നെ വലിയൊരു പാഠമാണ്. അത് ഇന്നത്തെ തലമുറയും ഒക്കെ പാഠമാക്കേണ്ട കാര്യം കൂടിയാണ്. സ്വയം പ്രയത്നം കൊണ്ട്, സ്വന്തം പ്രയത്നം കൊണ്ട് എങ്ങനെയാണ് വിജയത്തിലേക്ക് എത്തുക, എങ്ങനെയാണ് ആ ജീവിതത്തിൽ കരുപിടിപ്പിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും. അപ്പോൾ അത്തരത്തിൽ സാധാരണക്കാരൻ്റെ ജീവിതം മനസ്സിലാക്കി, അല്ലെങ്കിൽ സാധാരണക്കാരനായിരുന്ന ആ ജീവിതത്തിലെ പ്രതിസന്ധികളെയും വെല്ലുവിളിയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് വിജയത്തിലേക്ക് എത്തിയൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഈ നാടിന് വേണ്ട വികസനങ്ങൾ. അദ്ദേഹം ഒരുപാട് ലോകരാജ്യങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നാടിന് പല വികസനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ വികസനം ഉണ്ടായി എന്ന് ഇടതുപക്ഷമൊക്കെ അങ്ങനെ വീമ്പ് പറച്ചിൽ നടത്തുമ്പോൾ നാടിൻ്റെ വികസനം എന്താണ്, നാട് എവിടെ നിൽക്കുന്നു എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ അദ്ദേഹവും തിരിച്ചറിയുന്നുണ്ട്. നാടിൻ്റെ ഏതൊക്കെ മേഖലയിലാണ് വികസനം കൊണ്ടുവരേണ്ടത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ തൊഴിൽ രഹിതരായ ഒരുപാട് യുവാക്കളുണ്ട്. അവർ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ അത്തരത്തിലുള്ള
തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കാത്തത്? പലതരത്തിലുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ കൃത്യമായി തന്നെ നടപ്പാക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ, അതിൻ്റെ പ്രയോജനങ്ങൾ സംസ്ഥാനത്തെ യുവതി യുവാക്കൾക്ക് കിട്ടാത്ത സാഹചര്യമുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ആ ആനുകൂല്യങ്ങളൊക്കെ ജനങ്ങൾക്ക് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊക്കെ ശക്തമായിട്ടുള്ളൊരു മറുപടി നൽകുക, നെയ്യാറ്റിൻകരയിലെ യുവതി യുവാക്കൾക്ക് ലഭിക്കേണ്ട വികസനം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റം, തൊഴിലില്ലായ്മയ്ക്ക് ഉണ്ടാകേണ്ട പരിഹാരം, ഇതൊക്കെ കുറിച്ച് വ്യക്തമായി കാഴ്ചപ്പാടുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം. അതിനാൽ തന്നെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് ജനങ്ങൾക്ക് നൽകുന്ന വാക്ക് അത് വെറും വാഗ്ദാനമല്ല, അത് പാലിക്കപ്പെടുന്ന വാഗ്ദാനം കൂടിയാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മനുഷ്യനെന്ന രീതിയിൽ, ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ അദ്ദേഹം ഇതിനോടകം തന്നെ നിരവധി മനുഷ്യരെ സഹായിക്കുന്നുണ്ട്. കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരെ തന്നാൽ കഴിയുന്ന ഒരു കരുതൽ, ഒരു കൈത്താങ്ങൊക്കെ അദ്ദേഹം നൽകുന്നുണ്ട്. അതിനാൽ തന്നെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി എത്തുമ്പോൾ ആ മാറ്റം ഈ ജനതയ്ക്ക് മുഴുവൻ, നെയ്യാറ്റിൻകരയിലെ ജനതയ്ക്ക് മുഴുവൻ ലഭിക്കുമെന്നുള്ളത് ഉറപ്പുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നെയ്യാറ്റിൻകര ജനത വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വരവിനെ കാണുന്നത്. അതിനാൽ തന്നെ അദ്ദേഹം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ ജനത വലിയൊരു ആവേശത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും. അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ ആ ജംഗ്ഷൻ ആയിരിക്കുന്ന അദ്ദേഹം കടന്നു പോകുന്ന വഴികളിലൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് യുവാക്കൾ അദ്ദേഹത്തിനൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിന് പിന്നിലായി അണിനിരക്കുന്നുണ്ട്. മാറ്റത്തെ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ പ്രതിഫലിക്കുന്നതും. അത് വരും ദിവസങ്ങളിലും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പര്യടനങ്ങളിൽ ജനങ്ങൾ നൽകുന്ന സ്വീകരണത്തിലൂടെ ബോധ്യപ്പെടുകയും ചെയ്യും. കൃഷ്ണരാജ്, ഇവിടെ തീരദേശ മേഖലയുണ്ട്. ഒപ്പം തന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടമാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അന്നന്ന് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഒപ്പം തന്നെ ചെറിയ ചെറിയ വ്യാപാരവുമൊക്കെ നടത്തി ജീവിക്കുന്ന മനുഷ്യരടക്കമുള്ള ഇടങ്ങളാണ്. പക്ഷേ ഇവിടെയൊക്കെ അടിസ്ഥാനപരമായി വികസിപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷം ഇടത് MLA ഭരിച്ചപ്പോഴും, ഇടത് സർക്കാർ ഭരിച്ചപ്പോൾ പോലും നാട്ടിലെ വികസനത്തിന് ഉതകുന്ന മാറ്റങ്ങളൊന്നും തന്നെ ചെയ്യുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. വെളിച്ചമില്ലാത്ത അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും അതുപോലെ തന്നെ വഴിവിളക്കുകളും ഇല്ലാത്ത നിരത്തുകൾ ഇന്നും ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിലും കേരളത്തിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടിയാണ്. അത്തരത്തിൽ തിരുവനന്തപുരത്തിന് പ്രധാനപ്പെട്ട ഒരു ഇടമായ നെയ്യാറ്റിൻകരയിലും അത്തരത്തിലുള്ള അവസ്ഥകൾ നിൽക്കുന്നു എന്നുള്ളത് പരിതാപകരമാണ്. കാരണം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ ജനങ്ങളോട് സംവദിക്കുവാൻ MLA തന്നെ എത്തുന്നത്. പക്ഷേ ആ സാഹചര്യത്തിലൊക്കെ വികസനം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഇടമാണ് നെയ്യാറ്റിൻകര. അവിടെയൊക്കെ വികസനം എത്തേണ്ടതുണ്ട്. അതിനുള്ളൊരു പ്രവർത്തനം തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളതാണ്. ആരോഗ്യ മേഖലയിലടക്കം വലിയ തരത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ചികിത്സ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടല്ലേ നമ്മളെ ചീഫ് മിനിസ്റ്റർ അമേരിക്കയിലൊക്കെ പോകുന്നതൊക്കെ. ഇവിടുത്തെ വിദ്യാഭ്യാസം, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സൊക്കെ ഈ നാട് വിട്ടു പോവുകയാണ്. പിന്നെ ഇവിടെയെല്ലാം ഈ പ്രൊമോഷൻ കൊടുത്തുള്ള രാഷ്ട്രീയ അപ്പോയിൻമെൻറ്റുകളാണ് ഇവിടെ നടക്കുന്നത്. യാഥാർത്ഥ്യമായി ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടറല്ല. ആ ഡോക്ടേഴ്സിന് സേഫ്റ്റി ഇല്ല. അവരെല്ലാം ഈ രാഷ്ട്രീയക്കാരുകൾ ഭയപ്പെടുത്തുന്നത് കാരണം അവരൊക്കെ സ്വസ്ഥമായിട്ട് രോഗികളെ ചികിത്സിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് മറന്നുപോയി ഓപ്പറേഷൻ്റെ മെറ്റീരിയലെല്ലാം വയറ്റിനകത്തൊക്കെ ഇട്ട് തയ്ക്കുന്നതിനൊക്കെ കാരണം അവിടെ മാനസിക നിലകളെല്ലാം തെറ്റിയിരിക്കുകയാണ് യാഥാർത്ഥ്യത്തിൽ. ഈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ദേവസ്വത്തിലായാലും പൂജാരിമാരായാലും എല്ലാവരെയും ഭയപ്പെടുത്തി അതിൽ നിന്ന് അവരിൽ നിന്ന് കമ്മീഷൻ മേടിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പം ഈ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് അസുഖങ്ങളുടെ മാത്രം നാടായിട്ട് മാറിയിരിക്കുകയാണ് കേരളം. കേരളത്തിലാണെന്ന് കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ് വരുന്നത് എല്ലാം ഹോസ്പിറ്റലാണ്. അവരെല്ലാം ഷെയർ എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. കാരണം ഇവിടെ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അവർ കബളിപ്പിക്കുവാൻ സാധിക്കും. ഇവിടെ ഗവൺമെന്റിന്റെ നല്ല സിസ്റ്റം ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നാൽ ഒരിക്കലും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇത്രയൊന്നും വരില്ലായിരുന്നു. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ പോകുവാൻ തന്നെ ഡോക്ടേഴ്സ് മടിക്കുകയാണ്. പുതിയതായിട്ടുള്ള നല്ല കഴിവുള്ളവരെല്ലാം വേറെ പ്രൈവറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ ഈ നാട് വിട്ടുപോകുന്നു. അതുകൊണ്ടാണ് ഈ നാട് ഇങ്ങനെയൊക്കെ അസുഖങ്ങളുടെ എല്ലാവരുടെയും ജീവിതം 50, 60, 25 വയസ്സിലേക്ക് നിന്നു പോകുന്നു. കാരണം ശരിയായുള്ള ചികിത്സ കിട്ടുന്നില്ല. പൈസയ്ക്ക് വേണ്ടി അവർ തെറ്റായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ചികിത്സയാണ് പല ആശുപത്രികളും ചെയ്യുന്നത്. കാരണം പ്രൈവറ്റ് ആണെന്നുള്ള രീതിയിൽ അവർ അതിൻ്റെതായിട്ടുള്ള മുതലെടുക്കുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് നടക്കില്ലായിരുന്നുള്ള യാഥാർത്ഥ്യമാണ്. അതെല്ലാം യാഥാർത്ഥ്യമാക്കണം. അതൊക്കെയാണ് ഈ നാട്ടിൻ്റെ മുക്തമായിട്ടുള്ള ആദ്യത്തേതായിട്ടുള്ള ആവശ്യമായിട്ടുള്ള
ഇന്നത്തെ കാര്യങ്ങളെല്ലാം. തീർച്ചയായും അദ്ദേഹം പറയുന്നത് തന്നെയാണ്. അതായത് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ സംസ്ഥാനത്തുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ മേഖലയിലടക്കം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നെയ്യാറ്റിൻകരയിലടക്കം നമുക്കറിയാം ഇവിടെയൊക്കെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മാത്രമാണുള്ളത്. അല്ലെങ്കിൽ വലിയ തരത്തിൽ ജനങ്ങൾക്ക്